മൂടുന്നിട്ടാളി. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ജുനൈദ് അൽ ബഗ്ദാദി റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകം വളരെ പ്രസിദ്ധമാണ്. ഇന്നൽ ഹികായാത്ത് ഹിയ മിൻ ജുനൂദില്ലാഹി തആല. മുൻഗാമികളുടെ ജീവചരിത്രങ്ങൾ, അവരെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെടുന്ന വാർത്തകൾ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യങ്ങളാണ്. യുസബ്ബിതു ബിഹ ഖുലൂബ ഔലിയാഇഹി. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഹികായാത്തുകൾ മുഖേന അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഉറപ്പിച്ചു നിർത്തുന്നു. قال الله تعالى وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്, മുർസലീങ്ങളുടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള മുർസലീങ്ങളുടെ ചരിത്രം നാം നിനക്ക് വിവരിച്ചു തരുന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക്, എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണെന്ന്. അപ്പോൾ ചരിത്രം പഠിക്കുക, ഉലമാക്കളുടെ ജീവചരിത്രം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ആവേശം ഉൾക്കൊള്ളാനുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാതൃകകളോ നമുക്ക് പിൻപറ്റാനോ മാതൃകയാക്കാനോ പറ്റിയ ആളുകൾ വളരെ കുറവായ ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു യഥാർത്ഥ സലഫുകളുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹയെ സംബന്ധിച്ചാണ്. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇമാം ഷാഫിഈയെ സംബന്ധിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, കണക്കില്ലാത്ത ഗ്രന്ഥങ്ങൾ. അത് വലിയ അയിമ്മത്തുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഇമാം ബൈഹഖിയെ പോലെ, ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ, അതുപോലെ ഇമാം ദഹബി,
ഇങ്ങനെ മഹാരഥന്മാരായിട്ടുള്ള അയിമ്മത്തുകൾ ഇമാം ഷാഫിഈയെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വിഷയങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇമാം ഷാഫിഈയെ സംബന്ധിച്ച് അദ്ദേഹം 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒരാളാണ്. ഒരു മദ്ഹബിന്റെ ഇമാമാണ് അദ്ദേഹം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, അതുപോലെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. മറ്റ് ധാരാളം മദ്ഹബുകൾ മുൻഗാമികളുടെ ഇടയിലുണ്ടായിരുന്നു. ഇമാം ഔസാഇയുടെ മദ്ഹബ് ഉണ്ടായിരുന്നു. അത് 5-ാം നൂറ്റാണ്ട് വരെ, ഹിജ്റ 5-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം തബരിയുടെ, ഇബ്നു ജരീർ തബരി, അദ്ദേഹത്തിന്റെ മദ്ഹബ് 4-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ നിലനിന്നിട്ടുണ്ട്. ലൈസ് ഇബ്നു സഅദിന്റെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ധാരാളം അയിമ്മത്തുകളുടെ, സുഫിയാൻ സൗരി, അവർക്കൊന്നും തന്നെ ഇല്ലാത്ത നിലനിൽപ്പ് ഈ 4 മദ്ഹബുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഒരു പ്രത്യേകത എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിന് കാരണമായിട്ടുള്ളത് എന്താണ്? ആ മദ്ഹബുകൾ, ആ ഇമ്മത്തുകളുടെ വീക്ഷണങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് വലിയ തോതിലുള്ള ശിഷ്യന്മാരുണ്ടായി. അവരുടെ മദ്ഹബുകളെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ എഴുതാൻ ഒക്കെ ധാരാളം ശിഷ്യന്മാർ അവർക്കുണ്ടായി. മാത്രമല്ല ആ മദ്ഹബുകളെ പ്രഥമ വീക്ഷണമായി സ്വീകരിച്ചിട്ടുള്ള ഭരണാധികാരികൾ ഓരോ കാലഘട്ടത്തിൽ വന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന മദ്ഹബ് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബാണ്. കാരണം എന്താണ്? പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഉസ്മാനി ഭരണാധികാരികൾ അവരുടെ മദ്ഹബായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ രാജ്യങ്ങളിൽ മദ്ഹബായിട്ട് സ്വീകരിച്ചത്, അവിടെയുള്ള കോടതികൾ വിധി പറയുന്നതെല്ലാം ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് അനുസരിച്ചാണ്. അതുകൊണ്ടാണ് വലിയ തോതിൽ ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിന് പ്രചാരം ലഭിക്കാനുള്ള കാരണം. അതുപോലെ ഇന്ന് ഹിജാസിൽ, അതുപോലെ ഗൾഫ് നാടുകൾ പ്രചരിച്ചിരിക്കുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബാണ്. കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനവുമായി വന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ഭരണാധികാരിയുമായിട്ട് ഒരു രാജ്യം സ്ഥാപിച്ചു. അവരുടെ മദ്ഹബായി സ്വീകരിച്ചിട്ടുള്ളത് അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബാണ്. ഇങ്ങനെ ഓരോ നാടുകളിലും ഭരണാധികാരികൾ വളരെ വലിയൊരു കാരണമായിരുന്നു മദ്ഹബുകൾ പ്രചരിക്കാൻ വേണ്ടിയിട്ട്. ഇമാം അബൂ ഹനീഫ ജനിക്കുന്നത് ഫലസ്തീനിലാണ്. ഇമാം ഷാഫിഈ ജനിക്കുന്നത് ഫലസ്തീനിലാണ്. ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത്. എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസിന്റെ, ഖുദ്സിന്റെ ചുറ്റുവട്ടത്താണ് അദ്ദേഹത്തിന്റെ ജനനം. ആ സ്ഥലം വളരെ മുബാറക്കായിട്ടുള്ള അനുഗ്രഹീതമായ സ്ഥലമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ ജനിച്ച് വളർന്നു. 2 വയസ്സായപ്പോഴേക്ക് അദ്ദേഹം യതീമായിരുന്നു. പിതാവ് ജനിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. 2 വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഉമ്മ ഇദ്ദേഹത്തെയും കൂട്ടി എന്ത് ചെയ്തു? അവരുടെ യഥാർത്ഥ നാടായിട്ടുള്ള മക്കയിലേക്ക് അവര് യാത്ര പോയി, പലായനം ചെയ്തു. അവിടെ അവരുടെ ഉമ്മ എന്ന് പറയുന്നത് ഇമാം ഷാഫിഈയുടെ ഉമ്മയെ സംബന്ധിച്ച് ധാരാളം ഹിക്കായത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വലിയ സാലിഹത്തായിട്ടുള്ള സ്ത്രീയായിരുന്നു. ഒരുപാട് ബുദ്ധി കൊണ്ടും തഖ്വ കൊണ്ടും വളരെയധികം അവർ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അയിമ്മത്തുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ്, ഒരു വിഷയത്തിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ വിധി പറയാൻ വേണ്ടിയിട്ട് അവരെ കോടതിയിലേക്ക്
എന്ത് ചെയ്തു? ഖദാഇന് വേണ്ടിയിട്ട് സാക്ഷി പറയാൻ വേണ്ടിയിട്ട്, ഒരു വിധി പറയുന്ന വിഷയത്തിൽ സാക്ഷി പറയാൻ വേണ്ടി അവർ ക്ഷണിക്കപ്പെട്ടു. അവരും മറ്റൊരു സ്ത്രീയും ഉണ്ട്, പിന്നെ ഒരു പുരുഷനാണുള്ളത്. 2 സാക്ഷികളാണ് വേണ്ടത്. പെണ്ണായി കഴിഞ്ഞാൽ 2 സ്ത്രീകൾ വേണമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പുരുഷന്റെ കൂടെ തന്നെ. അങ്ങനെ ഖാദി എന്ത് ചെയ്തു? 2 പേരെയും വേറെ വേറെ നിർത്തിയിട്ട് അവരെ സാക്ഷി കേൾക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞു. അവരെ മാറ്റി നിർത്തിയിട്ട് ഒരാൾ സാക്ഷി പറയുമ്പോൾ മറ്റേ ആൾ മാറ്റി നിർത്താം. ഇതിനെ ഇമാം ഷാഫിയുടെ ഉമ്മ എതിർത്തു. ഇത് താങ്കൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് 2 സ്ത്രീകൾ സാക്ഷി പറയുകയാണെങ്കിൽ ഒരു പുരുഷന്റെ കൂടെ എന്തായിരിക്കണം? 2 പേര് ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് ഒരാൾക്ക് തെറ്റ് വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ എന്ത് ചെയ്യണം? അത് തിരുത്തണം. എന്നതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 2 പേരും ഒരുമിച്ചിരുന്നത് എന്ത് ചെയ്യണം? സാക്ഷി പറയണം എന്നുള്ളത് ഇമാം ഷാഫിയുടെ ഉമ്മ പറഞ്ഞു. ഇത് വലിയൊരു ഫിഖ്ഹാണ് എന്നുള്ളത് അയിമ്മത്തുകൾ പറഞ്ഞിട്ട്, ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു ഫിഖ്ഹാണ്. കാരണം അവർക്ക് അത്രയധികം ബുദ്ധി ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു എന്നതിനെ അറിയിക്കുന്നതാണെന്ന്. അങ്ങനെ ഇമാം ഷാഫിയെ ഈ തരത്തിൽ വളർത്തിയെടുത്തതിൻ്റെ വലിയ പങ്ക് ഉമ്മക്കാണെന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മൾ പല അയിമ്മത്തുകളെ പരിശോധിക്കുന്ന സമയത്ത് ഇമാം ഷാഫിയുടെ സമകാലികരായിട്ടുള്ള പല അയിമ്മത്തുകൾ, അദ്ദേഹത്തിന് മുമ്പുള്ള ഇമാം അബൂ ഹനീഫ, അതുപോലെ ഇമാം മാലിക്, ഇമാം 4 മദ്ഹബിന്റെ ഇമാമുമാരെയും വളർത്തിയത് അവരൊക്കെ യതീമുകളായിരുന്നു. അവരെല്ലാം വളർത്തിയിട്ടുള്ളത്, അവരെ ഈ തരത്തിലേക്ക് നയിച്ചിട്ടുള്ളത്, അതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അവരുടെ ഉമ്മമാരായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇമാം ബുഖാരിയുടെ കാര്യം, അങ്ങനെ ധാരാളം അയിമ്മത്തുകളുടെ കാര്യം. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ, നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഒരിക്കലും ഗ്രന്ഥങ്ങളോ അതല്ലെങ്കിൽ മറ്റ് വലിയ സേവനങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വളരെ കുറവാണ് പുരുഷന്മാരെ അപേക്ഷിച്ച്. പക്ഷെ അവരെ ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് ഇതുപോലുള്ള വലിയ ചരിത്ര പുരുഷന്മാരെ അവരെന്ത് ചെയ്തു? വാർത്തെടുത്തു എന്നുള്ളതാണ്. അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദൗത്യം. ഇതാണ് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിമാത്തുകൾ ചെയ്യേണ്ട ഒരു വിഷയം. അവരുടെ വീടുകൾ ഒതുങ്ങിയിരുന്നുകൊണ്ട് അവരുടെ മക്കളുടെ വിഷയം, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെ വിഷയം, ഇതൊക്കെയാണ് മുഖ്യ പരിഗണനയിൽ കൊടുക്കേണ്ട വിഷയം. ആ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ള കാര്യത്തിൽ അതിന് ചെറിയൊരു അത് നിസ്സാരമായൊരു കാര്യമല്ല, മറിച്ച് വലിയ ഗൗരവമുള്ള, അതിൻ്റെ ആദ്യ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പണികൾ തുടങ്ങണമെന്നാണ് പറയപ്പെടുന്നത്. ആ തരത്തിലായിരുന്നു ഇമാം ഷാഫിയുടെ ഉമ്മയെ സംബന്ധിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് അത്രമാത്രം മനഃപ്പാടമാക്കാനുള്ള കഴിവൊക്കെ ലഭിച്ചിട്ടുള്ളത് അവരെ അതിനുള്ള പ്രയത്നം കാരണത്താലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇമാം ഷാഫിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ സ്വന്തം യഥാർത്ഥ കുടുംബത്തിലേക്ക് പോയി ചേരാൻ വേണ്ടിയിട്ടാണ് ഇമാം ഷാഫിയെയും കൂട്ടിയിട്ട് മക്കളെയും കൂട്ടിയിട്ട് ഇമാം ഷാഫിയുടെ ഉമ്മ മക്കയിലേക്ക് പുറപ്പെട്ടത്. ഇവരുടെ യഥാർത്ഥ കുടുംബം എവിടെയാണ്? മക്കയിലുള്ള ഖുറൈശികളാണ്. അഥവാ ഇമാം ഷാഫിയുടെ യഥാർത്ഥ പേര് നമ്മൾ പരിശോധിക്കാൻ കാണാൻ കഴിയും. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഇബ്നു അബ്ബാസ് ഇബ്നു ഉസ്മാൻ ഇബ്നു ഷാഫി ഇബ്നു സായിബ്, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് പോകുന്നത്. ഇവിടെ സായിബ് എന്ന് പറയുന്നത് മുത്തലിബിന്റെ അഥവാ ഹാഷിമിന്റെ മകനായ അബ്ദു മനാഫിന്റെ മകനായിട്ടുള്ള മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് സായിബ്. ഈ സായിബാണ് ബദ്ർ യുദ്ധത്തില് മുശ്രിക്കുകളുടെ സൈന്യത്തിന്റെ പതാക വാഹകനായിരുന്നു. പിന്നീട് മുസ്ലിമീങ്ങൾ ബന്ദിയാക്കി ബദ്ർ യുദ്ധത്തിൽ. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഫിദിയ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുകയും പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോ സായിബാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ സായിബിന്റെ മകനായിട്ടുള്ള ഷാഫിഉം അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് എവിടെയാണ് ചേരുന്നത്? അബ്ദുൽ മനാഫിലാണ് രണ്ട് വംശപരമ്പരയും ചെയ്യും. ഇമാം ഷാഫിയുടെ വംശപരമ്പരയും ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയും ചേരുന്നത്. അബ്ദുൽ മനാഫിന്റെ മകനായ ഹാഷിമിന്റെ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അബ്ദുൽ മനാഫിന്റെ മറ്റൊരു മകനായിട്ടുള്ള മുത്തലിബിന്റെ പരമ്പരയിലാണ് ഇമാം ഷാഫി ജനിക്കുന്നത്. അപ്പോ ഇത് പിതൃവ്യ പുത്രനാണെന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല അബ്ദു മനാഫിന് മറ്റ് മക്കളുണ്ടായിരുന്നു, നൗഫൽ ഉണ്ടായിരുന്നു, അബ്ദു ഷംസ് ഉണ്ടായിരുന്നു. അവർക്കൊന്നും തന്നെ ഇല്ലാത്ത പ്രത്യേകത ആർക്കുണ്ട്? മുത്തലിബിനും മുത്തലിബിന്റെ മക്കൾക്കുമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തലിബിന്റെ ആ പരമ്പരയെ എണ്ണിയിട്ടുള്ളത് ബനു ഹാഷിമിന്റെ കൂടെ തന്നെയാണ് എണ്ണിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. മാ ഫറഖ്നാഹും ലാ ഫിൽ ജാഹിലിയ്യ വലാ ഫിൽ ഇസ്ലാം, ഞങ്ങളും ബനുൽ മുത്തലിബും അഥവാ ബനു ഹാഷിമും ബനുൽ മുത്തലിബും ജാഹിലിയത്തിലോ ഇസ്ലാമിലോ വേർപിരിഞ്ഞിട്ടില്ല. മാത്രമല്ല രണ്ട് പരമ്പരയും ഒന്നാണ്, രണ്ടും ഒരു കുടുംബമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബനുൽ മുത്തലിബും അഹ്ലു ബൈത്തിൽ പെടുന്നതാണെന്നുള്ളതാണ് ഏറ്റവും സഹീഹായിട്ടുള്ള അഭിപ്രായം ഈ ഹദീസുകളുടെ ആശയങ്ങൾ സ്വീകരിക്കുമ്പോൾ. മാത്രമല്ല ഉലമാക്കൾ ആ വിഷയത്തിൽ ഫിഖ്ഹിയായ ഗ്രന്ഥങ്ങൾ ധാരാളം ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. സക്കാത്തിന്റെ കാര്യം, സദഖയുടെ കാര്യം, ഇതെല്ലാം ബനുൽ മുത്തലിബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സഹീഹായ അഭിപ്രായം അവർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇമാം ഷാഫിഇയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രത്യേകതയാണ് അഹ്ലുൽ ബൈത്തിൽ പെടുക എന്ന് പറയുന്നത്, അല്ലേ? അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച്, നബി കുടുംബത്തിൽ പെടുക എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ച് നമ്മുടെ അഖീദയിൽ എന്താണുള്ളത്? അവരെ ആദരിക്കണം. അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ വസിയത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഉസീകുമുല്ലാഹു ഫി അഹ്ലി ബൈതി, ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു എൻ്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എൻ്റെ കുടുംബത്തിന്റെ കാര്യത്തിലുള്ള സ്നേഹമല്ലാതെ, അവരോടുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ഞാൻ പകരമായി ചോദിക്കുന്നില്ല എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളതാണ്. അവരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് വിഭാഗങ്ങളാണ് പഴിച്ചുപോയത്, നമുക്കറിയാവുന്നതാണ്. ഷിയകൾ, റാഫിദുകൾ പഴിച്ചുപോയി. അവർ അഹ്ലുബൈത്തിന്റെ കാര്യത്തിൽ അതിരുകവിഞ്ഞു. അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക്, അവരെ ആരാധിക്കുന്നിടത്തേക്ക്, അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന, സമപ്പെടുത്തുന്ന ഇടത്തേക്ക് അവരെന്ത് ചെയ്തു? അവർ മാറി. എന്നാലോ ഖവാരിജുകൾ, അതുപോലെ മുഅ്തസിലികൾ, ഇവരെല്ലാം അഹ്ലുബൈത്തിനെ അനാദരിക്കുന്ന, അവരെ കൊച്ചാക്കുന്ന ഇടത്തേക്കാണ് പോയിട്ടുള്ളത്. ഇതിന് രണ്ടിനും മധ്യയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരുടെ കാര്യത്തിൽ അതിര് കവിയാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ഉമ്മയുമായിട്ട് മക്കയിൽ വന്നു. മിനയിലുള്ള മസ്ജിദുൽ ഖൈഫിന്റെ സമീപത്താണ് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു അവർ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇമാം ഷാഫിഈ തന്നെ പറഞ്ഞതായിട്ട് നിരവധി റിവായത്തുകൾ വന്നിട്ടുണ്ട്. അവര് ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കുറ്റാബ്, ഇന്ന് മദ്രസക്ക് പറയുന്ന പേരാണ് കുറ്റാബ് എന്ന് പറയുന്നത്, അവിടത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പണമുണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് എന്താണ് ചെയ്തിരുന്നത്? ഉമ്മൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇമാം ഷാഫിഈ അവിടെ മുഈദായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കെ
മദ്രസയിൽ പോകും. എന്നിട്ട് ഉസ്താദ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആദ്യ മാത്രയിൽ തന്നെ അത് മനഃപ്പാഠമാക്കും. എന്നിട്ട് ഉസ്താദ് പോയി കഴിഞ്ഞാൽ അത് മറ്റ് സഹപാഠികൾക്ക് അത് വീണ്ടും ആവർത്തിച്ച് അതെന്ത് ചെയ്യും, തൽഖീൻ ചെയ്തു കൊടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ചൊല്ലി പഠിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പണമില്ലാതെ, അതുപോലെ അദ്ദേഹത്തിന് എഴുതാൻ എന്തുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ലഭ്യമായ സുഹഫുകളൊന്നും ലഭ്യമായിരുന്നില്ല എന്നാണ്. അദ്ദേഹം എല്ല് കഷ്ണങ്ങൾ, കുറച്ച് നിവർന്ന് പരന്നു കിടക്കുന്ന എല്ല് കഷ്ണങ്ങൾ കിട്ടിയാൽ അതൊക്കെ പെറുക്കിയെടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് ഉമ്മയും ചെയ്യാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയൊരു ജറയുണ്ടായിരുന്നു, ഒരു വലിയൊരു വീപ്പക്കുട്ടി. അതിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ എല്ല് കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യും, നിറയ്ക്കാറുണ്ടായിരുന്നു, അത് എഴുതിയിട്ടുള്ള എല്ല് കഷ്ണങ്ങൾ. ഈ തരത്തിൽ വളരെ ദരിദ്രനായിട്ടാണ് അദ്ദേഹം വളർന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് കുത്താബിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ ഇൽമു പഠിക്കാനല്ല പോയിട്ടുള്ളത്, മറിച്ച് പിന്നെ റിമായത്ത് പഠിക്കാൻ, അമ്പെയ്ത്ത് പഠിക്കാനും, അതുപോലെ കുതിരയെ അനായാസം ഓട്ടാൻ പഠിക്കാനും, അതുപോലെ തന്നെ മറ്റു വാൾപ്പയറ്റുകൾ അതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയിട്ടുള്ളത്. അതിലൊക്കെ അദ്ദേഹം അങ്ങേയറ്റം നൈപുണ്യം നേടി എന്നുള്ളതാണ്. ഇത് ഇമാം ഷാഫിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ധാരാളം അയിമത്തുകൾ, ഇമാം ബുഖാരിയുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഇതേപോലെ ചെറുപ്പത്തിൽ തന്നെ അമ്പെയ്ത്ത് പഠിക്കാനും ആയോധന കലകൾ പഠിക്കാനും പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ അമ്പുകൾ ഒരിക്കലും പഴക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം അയിമത്തുകൾ. അത് അന്നത്തെ ഒരു ചര്യയായിരുന്നു. മക്കളെ എന്ത് ചെയ്യുക, ദീൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ആയോധന കലകൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഇമാം ഷാഫിയെ സംബന്ധിച്ച് അദ്ദേഹം അമ്പെയ്ത്ത് പഠിച്ചു. അദ്ദേഹം 10ൽ 9 പിഴയ്ക്കാത്ത പോലെ, ഒന്ന് മാത്രം ചിലപ്പോൾ പിഴയ്ക്കും. അങ്ങനെ രൂപത്തിൽ അദ്ദേഹം നൈപുണ്യം നേടി എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹം കുത്താബിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക്, അദ്ദേഹത്തിന് ആ മദ്രസയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹം ഖുർആൻ പരിപൂർണമായിട്ട് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. 7 വയസ്സായപ്പോഴേക്ക് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. പിന്നെ അദ്ദേഹം തിരിയുന്നത് നേരെ അറിവിലേക്കല്ല, മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഈ റിമായത്തും അതുപോലെ ഇതെല്ലാം പഠിച്ചതിന് ശേഷം, ഫറൂസിയ ഒക്കെ പഠിച്ചതിന് ശേഷം നേരെ പോകുന്നത് ഹുദൈൽ ഗോത്രത്തിലേക്കാണ്. ഹുദൈൽ ഗോത്രം എന്ന് പറയുന്നത് മക്കയുടെ പരിസര പ്രദേശത്തുള്ള ഒരു ഗോത്രമാണ്. അവര് ഭാഷയിൽ, അറബി ഭാഷയുടെ കാര്യത്തിൽ, അതിന്റെ സാഹിത്യത്തിലും അതിലെ കവിതയിലും എല്ലാം അങ്ങേയറ്റം പ്രശസ്തമായിട്ടുള്ള ഗോത്രമാണ്. അവരിൽ നിന്നാണ് അറിയപ്പെട്ട വലിയ വലിയ കവികൾ, ജാഹിലിയ കാലത്തുള്ള അറിയപ്പെട്ട കവികൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഹുദൈൽ ഗോത്രത്തിലാണ്. ഇമാം ഷാഫി അവരുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് വർഷങ്ങൾ അവിടെ താമസിച്ചു. എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്? ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കവിതകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പ്യുവറായിട്ടുള്ള ഭാഷയും കവിതകളും ഒക്കെ ഉണ്ടാവുക ബാദിയത്തുകളിലാണ്. ഇങ്ങനെയുള്ള പട്ടണവാസികളിലല്ല ഉണ്ടാവുക, മറിച്ച് ഗ്രാമീണരിലാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഹുദൈൽ ഗോത്രത്തിലേക്ക് പോയിട്ട് അദ്ദേഹം കവിതയും ഭാഷയൊക്കെ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, 10,000-ലേറെ ഹുദൈലികളുടെ കവിത മാത്രം, ആ ഗോത്രക്കാരുടെ കവിത മാത്രം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ ധാരാളം കവിതകൾ. അങ്ങനെ അദ്ദേഹം ഭാഷയിൽ അങ്ങേയറ്റത്തെ നൈപുണ്യം അദ്ദേഹം കരസ്ഥമാക്കി. മാത്രമല്ല, അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹം വലിയ ഫഖീഹായിരുന്നു എന്നുള്ള കാര്യം, വലിയ മുഹദ്ദിസ് ആയിരുന്നു എന്നുള്ള. അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം വലിയ ഭാഷാ പണ്ഡിതനും വലിയ കവിയായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ അദ്ദേഹം ഈ ചെറുപ്പത്തിൽ ഈ ഹുദൈലിലേക്ക് പോയിട്ട് അദ്ദേഹം പഠിച്ചതിന്റെ കാരണത്താലാണ്. അവിടെ അദ്ദേഹം കവിതകൾ ചൊല്ലുകയും ഇങ്ങനെ നിമിഷ കവിയായി തീർന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ചൊരു കവിത ചൊല്ലുക. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഒരു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇൽമിനോടൊക്കെ അങ്ങേറ്റം ആദരവും അടുപ്പവുമുള്ള ഒരു വ്യക്തിയെ കാണുന്നത്.
അദ്ദേഹം ഇങ്ങനെ ഒട്ടകപ്പുറത്ത് അല്ല കുതിരവണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം എന്തോ എഴുതുന്ന കാര്യം, അപ്പോൾ അതിനെ സംബന്ധിച്ച് അവിടെ എഴുത്തിങ്ങനെ പഴയ്ക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഇമാം ഷാഫി അത് കണ്ടപ്പോൾ അവിടെ ഒരു കവിത ചൊല്ലി. അത് അദ്ദേഹം കേൾക്കാനിടയായി. അങ്ങനെ അദ്ദേഹം നിർത്തിയിട്ട് ഇദ്ദേഹത്തെ അടിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധി കൂർമ്മതയെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്തു, ഇൽമിലേക്ക് അറിവുകൾ പഠിക്കാൻ, ശർഈയായ അറിവുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വസിയത്ത് ചെയ്തു, നസീഹത്ത് കൊടുത്തു എന്നുള്ളതാണ്. അതായിരുന്നു അദ്ദേഹത്തെ ഇൽമിലേക്ക് പരിപൂർണമായി തിരിയാനുള്ള ഒരു കാരണമായി തീർന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു വലിയൊരു കാര്യമാണ്. ഭാഷ വളരെ വ്യക്തമായ വിശദമായി പഠിക്കുക എന്നുള്ളത് ഒരു താലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം ഏകദേശം 18-ാം വയസ്സാകുമ്പോഴേക്കാണ് ഇൽമുൽ ഹദീസിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ 20-ാം വയസ്സിൽ. അതിനു മുമ്പ് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഭാഷയായിരുന്നു, അതുപോലെ സാഹിത്യമായിരുന്നു, അതുപോലെ ചരിത്രം, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങൾ, ശേഷമുള്ള ചരിത്രം, ഇതായിരുന്നു ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം നൈപുണ്യം നേടി. പിന്നെ അതിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചതിന് ശേഷമാണ് പിന്നെ ഹദീസിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഭാഷ പഠിച്ചു, ചരിത്രങ്ങൾ പഠിച്ചു, അൻസാബുകൾ പഠിച്ചു യഹൂദയിൽ പോയിട്ട്. അപ്പം എന്താ ഉണ്ടാവുക? പഠിച്ച അറിവുകൾ എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായ രൂപത്തിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കും? അവതരിപ്പിക്കാൻ, അത് തഅബീർ ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റാരേക്കാളും കൂടുതൽ. അതാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ള അറിയപ്പെട്ടുള്ള അയിമത്തുകളൊക്കെ, അവർക്കൊക്കെ വലിയൊരു കാരണം അവർക്കൊക്കെ വലിയ ഭാഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുഹദ്ദിസുകളുടെ കാര്യം നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശസ്തരായ എല്ലാ അയിമത്തുകളും എന്തായിരുന്നു? ഭാഷാ പണ്ഡിതന്മാർ കൂടിയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇമാം ഇബ്നു തൈമിയ എടുത്തു നോക്കുക, ഇബ്നുൽ ഖയ്യിമിനെ എടുത്തു നോക്കുക, ഇങ്ങനെയുള്ള ഏത് അയിമത്തുകളാണെങ്കിലും ഇവർക്കൊക്കെ വലിയ ഭാഷാ പ്രാവീണ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ചെറുപ്പത്തിൽ ഈ തരത്തിൽ ഭാഷയും കവിതകളും പിന്നെ അതിൻ്റെ കൂടെ ചെറിയ കളികളും കാര്യങ്ങളായിട്ട് പോകുന്ന സമയത്ത് അതൊരിക്കലും പാഴായിട്ടില്ല. അദ്ദേഹത്തിന്റെ സമയങ്ങളോ ആയുസോ പാഴാക്കിയിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ഭാവിയിൽ അദ്ദേഹത്തിനെ വലിയ തോതിൽ അത് ഉപകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭാഷ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളുടെ ഭാഷയായിട്ടുള്ള മലയാളം, അതുപോലെ അറബി ഭാഷ, ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. ഇതിലൊന്നും ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ സാഹിത്യകാരനായിട്ടുള്ള അലി തൻതാവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നിരന്തരമായിട്ട് ദിവസേന ഇമാം ഷാഫിയുടെ ഉമ്മ വായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമാം ഷാഫിയുടെ മറ്റ് ഗ്രന്ഥങ്ങൾ അഹ്കാമുൽ ഖുർആൻ, റിസാല, അതുപോലുള്ള മുഖ്തലഫുൽ ഹദീസ്, ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ. കാരണം എന്താണ്? ഇമാം ഷാഫിയുടെ ഉമ്മ എന്ന് പറയുന്നത് ഫിഖ്ഹിന്റെ എന്താണ് ഒരു മർജിയാണ്, ഒരു ഫിഖ്ഹിന്റെ വിഷയത്തിലുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. അതിൽ ഒരുപാട് റിവായത്തുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അതിൽ വേണ്ടത് എന്താണ്? ഇമാം ഷാഫിയുടെ ഭാഷ എന്നുള്ളതാണ്. ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അദ്ദേഹം അതിൻ്റെ ഒരു ദിവസത്തിലെ തുടങ്ങുന്ന രീതി എന്ന് പറയുന്നത് രാവിലെ അദ്ദേഹം ഫജ്ർ കഴിഞ്ഞാൽ ദിക്റുകൾ ചെയ്തതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് ഒരു എന്താണ് ഫിഖ്ഹിന്റെ ഒരു മജ്ലിസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? മുനാദറക്കും സംവദിക്കാനും ചർച്ചകൾക്കും വേണ്ടി ഒഴിഞ്ഞിരിക്കും. അത് കഴിഞ്ഞാൽ ദുഹറിന്റെ മുമ്പായിട്ട് വലിയ ഭാഷാ പണ്ഡിതന്മാർ, അയിമ്മത്തുകൾ, ഇബ്നു ഹിഷാമിനെ പോലെ, അന്നത്തെ ഇബ്നു ഹിഷാം സീറയുടെ ഇബ്നു ഹിഷാമാണ്, അവരെ പോലെ വലിയ ഭാഷയുടെ അയിമ്മത്തുകൾ എന്ത് ചെയ്യും? ആരുടെ അടുത്ത് വരും? ഇമാം ഷാഫിയുടെ അടുത്ത് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഫിഖ്ഹ് പറയുമ്പോൾ തന്നെ അത് കേൾക്കാൻ വലിയ ഭാഷാ പണ്ഡിതന്മാർ വരാറുണ്ടായിരുന്നു. ഫിഖ്ഹ് പഠിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്, അതിൻ്റെ ഭാഷ കേൾക്കാൻ വേണ്ടിയിട്ട്, അത് ആസ്വദിക്കാനും അത് പഠിക്കാനും വേണ്ടിയിട്ട്.
റബീഅ ഇബ്നു സുലൈമാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള പ്രമുഖ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ലൗ കതബ കുതുബഹു ഫിൽ ലുഗതി അല്ലതി യുനാദിറു ബിഹൽ ഉലമാ, പണ്ഡിതന്മാരോട് അദ്ദേഹം സംവദിക്കുന്ന ഭാഷയിൽ അദ്ദേഹം